ആലുവ സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ജനസേവ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ആലുവയിലെ ഏറ്റവും നല്ലൊരു സ്കൂളാണെന്ന് തന്നെ പറയാം. ഇവിടെ സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് ഈ സ്കൂളിലെ ഭൂരിഭാഗം കുട്ടികളും. 2000-ഓളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവർക്ക് നല്ല കഴിവുള്ള കുട്ടികളായിട്ട് ഇവർ വളർത്തിക്കൊണ്ടിരുന്നുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല മാതൃകയാണ്. അതുപോലെ PTA നല്ല മാതൃകയായിട്ട് മുമ്പോട്ട് പോകുന്നു. സിസ്റ്റർ ദിവ്യ സിസ്റ്ററാണ് ഇവിടുത്തെ പ്രിൻസിപ്പള്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഈ സ്കൂളിനെ കുറിച്ച് ഒരു അഭിമാനമുണ്ട് ആലുവക്കാർക്ക് മുഴുവനും. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ 2026 ഓണാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ജാതിമത ഭേദമന്യേ ഒത്തൊരുമയോടെ മലയാളികൾ കൊണ്ടാടുന്ന ഓണാഘോഷ പരിപാടികൾ അന്യം നിന്ന് പോകാതിരിക്കുവാൻ സ്കൂളുകൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും കുരുന്നു മനസ്സിൽ വർഗീയ രാഷ്ട്രീയ അക്രമ ലഹരി ചിന്തകൾ വരാതെ തലമുറകളായി മലയാളികൾ വർഷാവർഷം കൊണ്ടാടുന്ന ഓണാഘോഷത്തിന് സാധിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. മത്സര അടിസ്ഥാനത്തിൽ നടത്തിയ പൂക്കളം മത്സരവും മറ്റ് കലാപരിപാടികളും ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. നിന്നെ തഴുകാനെ പുലർത്താൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലുലാടും വണ്ണത്തിക്കിളി നിന്നെ പുൽകാനെ പൊതിയൂറും മാറിക്കാറും. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സമത്വത്തിന്റെയും നന്മയുടെയും ഒരു ആഘോഷമാണ് ഓണം. നമ്മുടെ വിദ്യാലയവും എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഈ ഓണം, സമ്പൽ സമൃദ്ധിയുടെ ഈ ആഘോഷം എല്ലാ മനസ്സുകളിലും നന്മ വിരിയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ വിദ്യാലയത്തില് എല്ലാ കുട്ടികളും ക്ലാസ് മുറികളിലും വീടുകളിലും എല്ലാം സ്നേഹവും സൗഹൃദവും സമത്വവും എന്നും നിലനിർത്തട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നത്. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ദിവ്യ, PTA പ്രസിഡന്റ് അബ്ദുൾ റഫീഖ്, അധ്യാപികമാരായ റോസ്മേരി, ജെയ്സി ജോസ്, ആക്ടേഴ്സ് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ആലുവയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന സെന്റ് ഫ്രാൻസിസ് LP സ്കൂളാണെങ്കിലും, അതുപോലെ തന്നെ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂള്, +2, അതേപോലെ തന്നെ സെന്റ് സേവിയേഴ്സ്, അതുപോലെ ആലുവയിൽ അനവധി സ്ത്രീ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്. മറ്റ് സഭകൾ നടത്തുന്നതും അല്ലാത്തതും ഗവൺമെന്റ് നടത്തുന്നതും ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആൺകുട്ടികൾക്കുള്ള പ്രവേശനവും നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. 10ാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികളും പഠിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പോകുന്നു. അതിന് PTA യുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ട്.